ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആയുർവേദത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം. ഇതിൽ ഇന്ന് നമ്മൾ അടുത്തറിയുവാൻ ശ്രമിക്കുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലത്തെ പറ്റിയാണ്. സിഞ്ചിബറേസി സസ്യകുടുംബത്തിലെ അംഗമായ ഏലത്തിൻ്റെ ശാസ്ത്രീയ നാമം എലറ്റേറിയ കാർഡോമ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഏല, പുട, ദ്രാവിഡി, സൂക്ഷ്മ, ഉപകുഞ്ചിക, കായസ്ഥാന ഇങ്ങനെയും, തമിഴിൽ ഏലക്കായ് എന്നും ഹിന്ദിയിൽ ചോട്ടി ഇലായ്ച്ചി എന്നുമാണ് ഇതിൻ്റെ ഇതര ഭാഷാ നാമങ്ങൾ. ആയുർവേദത്തിൽ ഏലത്തിന് ത്രിദോഷങ്ങളെ സന്തുലിതമാക്കാൻ ഉള്ള കഴിവുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള ഏലക്കായ്കളുണ്ട്. പച്ച നിറത്തിലുള്ള ഏലക്കായാണ് സർവ്വസാധാരണമായി നാം കാണുന്നതും ഉപയോഗിക്കപ്പെടുന്നതുമായ ഇനം. മറ്റൊന്ന് പേരേലം അഥവാ ബ്ലാക്ക് കാർഡമം എന്നറിയപ്പെടുന്നു. സാധാരണയിലും അല്പം വലുപ്പത്തിൽ കാണപ്പെടുന്ന ഈ ഇനത്തിന് പച്ച നിറത്തിലുള്ള ഏലക്കായുടെ ഗുണമോ മണമോ ഉണ്ടാവുകയില്ല. സിക്കിമിലും പശ്ചിമ ബംഗാളിലും ഡാർജിലിംഗ് ജില്ലയിലുമൊക്കെ ഇത് ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലും ഈ ഇനം അപൂർവമായി കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും മാംസഭക്ഷണത്തിൽ വിദേശീയർ ഇത് ഉപയോഗിക്കുന്നു. എന്നാൽ മധുര പലഹാരത്തിനു ആയും മറ്റും നമ്മുടെ യഥാർത്ഥ ഏലക്ക ഉപയോഗിക്കുന്നത് പോലെ ഇവ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. ഏലം ഒരു സുഗന്ധവ്യഞ്ജനമായതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ വിപുലമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. തണലും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ ഏലം നന്നായി വളരുന്നു. സുഗന്ധവ്യഞ്ജനമാണെങ്കിലും ആയുർവേദത്തിൽ ഏലക്കായുടെ ഔഷധമൂല്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക്, ഛർദി, ദഹനക്കേട്, അരുചി എന്നിവയ്ക്ക് 1/2 ഗ്രാം ഏലത്തരി പൊടിച്ച് തേനിൽ ചാലിച്ച് ദിവസവും കഴിക്കാവുന്നതാണ്. കൂടാതെ വായിലെ ദുർഗന്ധം അകറ്റുവാനും ഇത് സഹായിക്കുന്നു. നമ്മുടെയൊക്കെ മുറ്റത്തും പരിസരങ്ങളിലും ശ്രദ്ധയോടെ വളർത്തിയാൽ നമുക്കാവശ്യമുള്ള ഫലം തരുവാൻ ഈ ചെടിക്കും സാധിക്കും. ഇത്തരം സസ്യങ്ങൾ നമ്മുടെ വീടിനും പരിസരത്തിനും ഒരലങ്കാരം മാത്രമല്ല, അഭിമാനവുമാണ്. അതിനായി നമുക്കും ശ്രമിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. വീണ്ടും പുതിയൊരറിവുമായി ഒന്നിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.